ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട. വക്കാത്തെ ഇതേമോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ഡ്രാമയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നെവേർത്ത്ലെസ് എന്ന് പറയുന്ന ഡ്രാമയുടെ ഒരു ജാപ്പനീസ് വേർഷനാണ് ഈ ഡ്രാമ. തുടക്കത്തിൽ തന്നെ ഹീറോയിനെയും അതുപോലെ ഈ ഡ്രാമയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള ബട്ടർഫ്ലൈയെയും കാണിക്കുന്നുണ്ട്. നമ്മുടെ നായകനും നായികയൊക്കെ ആർട്ട് സ്റ്റുഡൻസ് ആണ്. തുടക്കത്തിൽ കാണിക്കുന്നത് നായികയുടെ പാസ്റ്റ് ആണ്. അതായത് നമ്മുടെ നായികയ്ക്ക് പണ്ട് ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ആർട്ട് എക്സിബിഷനിൽ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്കൾപ്ചറാണിത്. അവളെ ബെഗ് ചെയ്യുന്ന ന്യൂഡ് സ്കൾപ്ചറാണ് അവൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കോളേജിലെ ആർട്ട് എക്സിബിഷന് വേണ്ടിയിട്ട്, അവന്റെ ആർട്ട് വർക്കായിട്ട്. അവൾക്കാണെങ്കിൽ അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യ, വിഷമമൊക്കെ വന്നിട്ട് അവൾ പറയുന്നു, ഇതിന്റെ വേസ്റ്റ് സ്കൾപ്ചറാണ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പൊ അവളുടെ എക്സ് പറയുന്നുണ്ട്, നിനക്ക് ഓർമ്മയില്ലേ അന്ന് നീ എന്നോട് കരഞ്ഞും കൊണ്ട് ബ്രേക്കപ്പ് ചെയ്യരുത് എന്നും പറഞ്ഞ് ബെഗ് ചെയ്യുന്നത് നിനക്ക് ഓർമ്മയില്ലേ? ആ ഇമേജാണ് ഞാൻ ഈ ചെയ്തു വെച്ചേക്കുന്നത്. നിനക്കെന്താ എന്നോട് അസൂയ തോന്നുന്നുണ്ടോ മറ്റുള്ളവർ എൻ്റെ സ്കൾപ്ചർ റെക്കഗ്നൈസ് ചെയ്യുന്നതിൽ എന്നവൻ ചോദിക്കുമ്പോൾ, ഇതെനിക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്, നീ എന്നെയാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അവൾ പറയുകയാണ്. അപ്പോൾ അവൻ പറയുന്നു, ആർട്ടിന് എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് വേണം. നമ്മുടെ ആർട്ടിന് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇന്ററാക്ട് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കണം. നീ ഇപ്പോഴും അതേ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്, നിന്റെ സെയിം പ്ലേസിൽ തന്നെയാണ് നീ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ ഹേർട്ട് ചെയ്യാണ്. നിന്റെ പുരോഗതിയില്ലാത്ത ജീവിതത്തിൽ നിന്ന് ഓരോ പീസ് എടുത്ത് ആർട്ട് വർക്കുകളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെയാണ് മെച്ചം ഉണ്ടാകുക? അതിൽ നിന്ന് എങ്ങനെയാണ് ഗുഡ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഇത്രയൊക്കെ പറഞ്ഞ് അവളെ വിഷമിപ്പിച്ചതിന് ശേഷം ഗുഡ് ബൈയും പറഞ്ഞ് അവൻ പോവുകയാണ് അവന്റെ പാടും നോക്കി. അവൾക്കാണെങ്കിൽ ആകെ വിഷമമായിട്ട് അവളും അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങി പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അവളുടെ ഇപ്പോഴത്തെ പ്രസന്റ് ആണ് കാണിക്കുന്നത്. കോളേജിലെ ആർട്ട് എക്സിബിഷനും വർക്കുമായിട്ട് അവളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സംഭവത്തിന് ശേഷം അവളിപ്പോൾ ഒരാളെക്കുറിച്ചും എക്സ്പെക്ടേഷൻസ് കരുതാറില്ല, കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾ കൂടുതൽ ഹേർട്ടാകപ്പെടുന്നത് എന്നൊക്കെ അവൾ പറയുകയാണ് മനസ്സിൽ. മറ്റൊരാൾക്ക് ഹൃദയം കൊടുത്തിട്ട് നമ്മൾ എന്തിനാണ് ഹേർട്ട് ചെയ്യപ്പെടുന്നത്? അതിനേക്കാളും ഒന്നും ചെയ്യാതിരുന്നാൽ പോരെ തുടക്കത്തിൽ തന്നെ എന്നൊക്കെ അവൾ പറയുകയാണ്. ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് അവളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാള് ഒരു ബക്കറ്റ് ഫുള്ള് റെഡ് പെയിന്റുമായിട്ട് അവളുടെ മുന്നിലൂടെ നടന്നു പോകുന്നത് കാണുന്നത്. അവനാണെങ്കിൽ ആ ബക്കറ്റിലിരുന്ന റെഡ് പെയിന്റ് അവരുടെ കോളേജിന്റെ ഫ്രണ്ടിലുള്ള സ്റ്റാച്യുവിന്റെ പുറത്തേക്ക് ഒഴിക്കുകയാണ്. ഇത് കണ്ടിട്ട് അവൾ ആകെ ഞെട്ടിപ്പോയി. അതിൽ കുറച്ച് തുള്ളി ഒന്ന് അവളുടെ മുഖത്തേക്കും വീഴുന്നുണ്ട്. പെയിന്റ് അവളുടെ മുഖത്ത് വീണത് കാരണം അവൻ ഓടി വന്നിട്ട് അവളുടെ മുഖം തുടച്ചിട്ട് സോറി പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവരുടെ സ്റ്റാഫ് റൂമാണ്. നായികയും വേറൊരു ടീച്ചറും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറിന് ആവശ്യമുള്ള കാര്യമാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ അവരുടെ കോളേജിൽ ആർട്ട് ഫെസ്റ്റിവൽ വരികയാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്ന ടീച്ചർ ഭയങ്കര ബിസി ആയിരിക്കും ആ ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട്. ആ സമയത്ത് ഗ്രാജുവേഷൻ സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് പരിചയമുള്ള എന്നെ ഒരാളോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളും പറയാണ്, അത് ഇപ്രാവശ്യത്തെ ഗ്രാജുവേഷൻ സ്റ്റുഡൻസ് ഒരുപാട് പ്രോജക്റ്റിൽ ബിഹൈൻഡ് ആണ്. അപ്പോൾ ഉടനെ ടീച്ചറും പറയുന്നുണ്ട്, നീ അവരുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നിന്റെ കാര്യവും ശ്രദ്ധിക്കണം. സ്പെയിനിൽ പോയി പഠിക്കുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ എക്സാം ഇതാണ് അവസാനത്തെ വർഷം എന്ന് ടീച്ചർ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അവൾ പറയാണ്, എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കൊസാക്ക സെൻസെ നിനക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും, അതുകൊണ്ട് നീ നന്നായിട്ട് പഠിക്കുക എന്ന് പറയുകയാണ് അവൾ. അവിടെ ഇരിക്കുന്ന വേറൊരു സ്റ്റാഫ് അവളോട് പറയാണ്, ആ സ്റ്റാച്യുവിലെ പെയിന്റ് ഒഴിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ പോയിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കാമോ നിനക്ക്? എനിക്ക് തോന്നുന്നു അത് അവർ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ നീ അവൻ്റെ മുഖം നന്നായിട്ട് കണ്ടില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അവൾ പറയും, ഞാൻ കണ്ടില്ല. പക്ഷെ അവൾ നല്ല വ്യക്തവും ക്ലിയറും ആയിട്ട് കണ്ടായിരുന്നു നമ്മുടെ നായകൻ അവനാണ്. അപ്പോൾ ആ സ്റ്റാഫ് പറയും, അവൻ പെയിന്റ് കൊണ്ട് ഒഴിച്ചെങ്കിലും അത് നല്ല ആർട്ടിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അവൾ പറയും, എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതെൻ്റെ സ്റ്റൈലല്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഈ സീനാണ്. നമ്മുടെ നായികയും അവരുടെ കോളേജിലെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സീനിയറും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഒരു കഫയിൽ വെച്ച് നടക്കുകയാണ്. നേരത്തെ നമ്മുടെ നായിക സംസാരിച്ചുകൊണ്ടിരുന്ന ടീച്ചറുണ്ടല്ലോ, അവരെ ആദ്യം സ്പെയിനിൽ പോകാനായിട്ട് സപ്പോർട്ട് ചെയ്തത് ഈ സീനിയറെയാണ്. പക്ഷെ അവൾ പോയില്ല, അവൾ ഇവിടെ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ മിസ്സിന് ഏറ്റവും കൂടുതൽ താല്പര്യം നമ്മുടെ നായികേനെ സ്പെയിനിലോട്ട് പറഞ്ഞു വിടണം, അവിടെ പോയി എക്സ്പീരിയൻസ് നേടണം എന്നൊക്കെയാണ്. അതിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ സീനിയർ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴും നിന്റെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് ആലോചിച്ചിട്ട് സ്റ്റക്കായി നിൽക്കുന്നുണ്ടോ? ഏറ്റവും ഒടുവിൽ പ്രണയം നമ്മുടെ ഉള്ളിൽ ഒരു ഉണങ്ങാത്ത മുറിവും തന്നിട്ടാണല്ലോ പോവാറ്. അതുകൊണ്ട് ഞാൻ അതൊക്കെ വിട്ടു. ഇപ്പോൾ ഞാൻ എൻ്റെ ആർട്ടിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ലാസ്റ്റ് ഇയർ ഞാൻ കോമ്പറ്റീഷനിൽ എൻ്റെ ആർട്ട് വർക്ക് ഒന്നും തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവളിപ്പോൾ അവിടെ ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് ജോബ് കോൺട്രാക്റ്റും ചെയ്യുന്നുണ്ട്. അത് നെക്സ്റ്റ് സെമസ്റ്റർ ആകുമ്പോൾ കഴിയും. അപ്പം നമ്മുടെ സീനിയർ പറയും, നിനക്ക് ആവശ്യമാണെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ് ഇൻഡസ്ട്രി രസകരമാണ്, അവിടെ നിനക്ക് വേണോ അല്ലെങ്കിൽ ഞാൻ നോക്കാം ഒരെണ്ണം. അത് കഴിഞ്ഞിട്ട് സീനിയർ പറയാണ്, ഞാൻ യൂണിവേഴ്സിറ്റി പോയിട്ട് മേഘുവിനെയും കാണാൻ പോകുന്നുണ്ട്. മേഘു എന്ന് പറയുന്നത് അവളുടെ ഫ്രണ്ടാണ്.
അവളിങ്ങനെ ആർട്ട് വർക്കിൽ ഭയങ്കരമായിട്ട് സ്റ്റക്കായി നിൽക്കുകയാണെന്ന് അവൾ പറയാണ്. ആണോ, ഈ കാമക്കുര ആർട്ട് വർക്കിൽ അസിസ്റ്റൻസിനൊക്കെ എന്ത് പറ്റിയെന്നും പറഞ്ഞ് നമ്മുടെ സീനിയർ ഇങ്ങനെ ചിരിക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എനിക്കത് പറയാൻ അർഹതയില്ല, ഞാൻ പാതി വഴിയിലിട്ടിട്ട് പോയതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ ചിരിച്ചിട്ട് അങ്ങ് പോവുകയാണ്. അത് കഴിഞ്ഞ് കഫേയുടെ സ്റ്റാഫ് നമ്മുടെ മിയു എന്നാണ് നായികയുടെ പേര്, നായികയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓണർ വന്നിട്ട് പറയാണ്, നീ വർക്ക് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് മാറുകയാണ്. അവളത് കഴിഞ്ഞ് ലൈബ്രറിയിലേക്ക് വരികയാണ്. ലൈബ്രറിയിൽ വന്നിട്ട് ബട്ടർഫ്ലൈയുടെ ഒരു ബുക്ക് നോക്കി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പാർട്ട് വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സ്റ്റോറീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദ സ്റ്റോറി പാണ്ട.